അപ്പം ഇതൊരു പുതിയ വെറൈറ്റി. ഇതൊക്കെ നമ്മൾ ഈ കളർ എങ്ങനെയാണ്, ഇത് ഡിസൈൻ എങ്ങനെയാണ്, ഇതിൻ്റെ മോഡൽസാണ്, ഇതിൻ്റെ ഓപ്പൺ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞ് ഷർട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വെറൈറ്റീസ് ഇതിൻ്റെ ഡിസൈൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ മെറ്റീരിയൽ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിന് പറയുമ്പോൾ ഇത് ഒരു വൈറ്റിലെ ഒരു ചക്ക പ്രിൻ്റ് എന്ന് പറയും, ചക്ക ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വൈറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ ഹാഫ് കോളറാണ് വരുന്നത്, ഹാഫ് കോളർ. ഇതിൻ്റെ ഫ്രണ്ടിൽ കോളർ ഇല്ല, ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് അതിൻ്റെ ബട്ടൺസ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രണ്ട് താന്നാണ് വരുന്നത്. ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, 8 years ബോയ്ക്ക് സ്റ്റിച്ച് പണികളാ സാർ? ഓക്കെ, ഏത് പ്രായത്തിലുള്ളവർക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കും ഡിസൈൻ ചെയ്ത് കൊടുക്കാം, വലിയവർക്കും ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്കിത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ ബട്ടൺസിന് പറയുമ്പോൾ ഒരു 5 ബട്ടൺസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് തുറക്കുന്നത് നമ്മൾ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ തുറക്കുന്നത്. സൈഡിൽ കൂടെ തുറക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ജസ്റ്റ് ഏകദേശം ഇത് കടുവയുടെ മൂവിയുടെ കുർത്തയുടെ ഒരു ഫീൽ തന്നെ കിട്ടും. പക്ഷേ ഇത് കടുവയുടെ മൂവിയുടെ കുർത്തായ്ക്ക് വരുന്നതിന് മുമ്പുള്ള ഡിസൈനാണ്, തൊട്ട് മുമ്പുള്ള ഡിസൈനാണ് ഇത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫീൽ വരുന്നത്. ഇടുമ്പോൾ ഒരു പ്രത്യേക അടിപൊളി ഫീൽ വരും. ഇതിൻ്റെ പോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഇൻസൈഡ് പോക്കറ്റാണ്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാം നോർമൽ പോക്കറ്റ് നമ്മുടെ ഔട്ട്സൈഡാണ് വരുന്നത്. ഇനി അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ഇൻസൈഡാണ് വരുന്നത്. പോക്കറ്റ് അവിടെ ഒരു വെട്ട് മാത്രമേ വരത്തുള്ളൂ, പ്ലെയിൻ ഒരു വെട്ട് മാത്രമേ വരത്തുള്ളൂ. പോക്കറ്റ് ഉള്ളതായിട്ട് ഒരു ഫീൽ വരത്തില്ല. ഇൻസൈഡാണ് അതിൻ്റെ പോക്കറ്റ് വരുന്നത്. ഓക്കെ, ഇതിന് ലെങ്ത് എന്ന് പറയുമ്പോൾ ഷോർട്ടാണ് വരുന്നത്, കൂടുതൽ ലെങ്ത് വരുന്നില്ല. നമ്മുടെ ഷർട്ടിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ 1-2 ഇഞ്ച് മാത്രമേ ഉള്ളൂ, അത് കൂടുതലുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൈന്ന് പറയുമ്പോൾ ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവ് ഇത് നമ്മുടെ ഷർട്ടിൻ്റെ കൈ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്, നമുക്ക് മടക്കി ഫോൾഡ് ചെയ്ത് ഇവിടം വരെ നമുക്ക് വെക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ടൺസും അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡിസൈൻ വരുന്നതിൻ്റെ മാച്ചിങ് ഉള്ള കളറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു മോഡലാണ്. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ വേറെ എന്തൊക്കെ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. മുമ്പേ കണ്ട പോലെ തന്നെ വേറൊരു ഡിസൈനാണ്, വൈറ്റിൽ തന്നെ വേറൊരു ഡിസൈൻ നമുക്ക് നോക്കാം. യെസ്, ഇതൊരു പ്രത്യേക രീതിയിലുള്ള കുർത്തയാണ്, വൈറ്റിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് മുമ്പേ കണ്ട പോലെ തന്നെ ആ മെറ്റീരിയൽ തന്നെയാണ്, ചക്ക പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ എങ്ങനെയാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ കുറേ ലൂപ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ബട്ടൺസിൻ്റെ അവിടെയായിട്ട് ഓപ്പൺ വരുന്നതിൻ്റെ അവിടെയായിട്ട് കുറച്ച് ലൂപ്സുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, വള്ളി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് നടുക്ക ഫുള്ളായിട്ട്. അതിൻ്റെ ചുവട്ടിലാണ് ഇങ്ങനെ ബട്ടൺസ് വരുന്നത്. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് പോക്കറ്റാണ്, നമ്മുടെ ഔട്ട് സൈഡ് അല്ല. സാധാരണ നമ്മുടെ പാൻറ്റിൻ്റെയൊക്കെ ബാക്കിൽ വരുന്ന പോക്കറ്റില്ലേ, അതുപോലത്തെ പോക്കറ്റാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു അടിപൊളി ഫീൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ സൈനീസ് കോളറാണ്. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയ ഒരു ക്യാപ്പ് ഉണ്ടാവും, നടുക്ക 2 കോളറും കൂടെ നെക്കും കൂടെ ജോയിൻറ്റ് കൂട്ടി മുട്ടാത്ത രീതിയിൽ ഇത്തിരി ക്യാപ്പുണ്ട്. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബട്ടൺസ് നമ്മൾ ഊറുമ്പോൾ ഈ ലൂപ്സിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതിൻ്റെ ബട്ടൺസ് കയറി വരുന്നത്. നമുക്ക് ചുമ്മാ ഇങ്ങനെ അളിച്ചിടാം, ലൂപ്പിന് ഇങ്ങനെ അളിക്കാം. ഒരു ലൂപ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഫുള്ള് ലൂപ്സ് ആയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു എലഗൻ്റ് ഫീൽ കിട്ടും, ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടും. ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ വേറെ കളേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വൈറ്റിൽ തന്നെ ചെയ്യണമെന്നില്ല, വേറെ കളേഴ്സിലേക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ സ്ട്രക്ചറിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് LG ടൈലേഴ്സ്. കളറ് നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്തൊരു വേറെ ഡാർക്ക് കളറും കൂടെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെയാണ്. ഇതൊരു കടം കളറാണ്, ഡാർക്ക് കളറ്. അപ്പോൾ ഈ ഡാർക്ക് കളറിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക തുണിയാണ്, ഒരു പൂക്കളുള്ള ഒരു പ്രിൻ്റഡ് തുണിയാണ്. അതുപോലെ മെറ്റീരിയൽ കോട്ടനാണ്, പ്യൂർ കോട്ടനാണ്. ജസ്റ്റ് കോട്ടൺ എന്ന് പറയും. പ്യൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോട്ടൺ ആണ്, ഫുൾ കോട്ടൺ എന്ന് പറയും. നമുക്ക് വെയിലത്തും മഴയത്തും ഇടുന്ന രീതിയിലാണ് ഈ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ഇനി വേറെ വ്യത്യസ്ത രീതിയിൽ ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ കുർത്തയുടെ ഇതൊരു പുതിയ മോഡലാണ്. ഇത് കാണുമ്പോൾ ഒരു ഷർട്ടിൻ്റെ ഒരു ഫീലല്ലേ കിട്ടുന്നത്, 2 പോക്കറ്റുള്ള ഷർട്ടിൻ്റെ ഒരു ഫീലാണ് ഇത് കിട്ടുന്നത്. പക്ഷേ സത്യത്തിൽ ഇത് ഷർട്ടല്ല, ഇത് കുർത്തയാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ കുർത്ത, ഉണ്ടോ, ഫുൾ ലോങ് കുർത്തയാണ്. പക്ഷേ ഷർട്ടിൻ്റെ കോളർ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 പോക്കറ്റ് പ്ലസ് കവർ, അതിൻ്റെ കവർ കൊടുത്തിട്ടുണ്ട്, അടപ്പ് കൊടുത്തിട്ടുണ്ട്. നടുക്ക് 3-4 ബട്ടൺസേ ഉള്ളൂ. സൈസ് എന്ന് പറയുമ്പോൾ ഫുൾ ലോങ് ആണ്, ഫുൾ ലോങ് നമ്മുടെ മുട്ടിൻ്റെ അവിടം വരെ കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കവർ കൊടുത്തിട്ടുണ്ട്, അടപ്പ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അടയ്ക്കാവുന്ന തുറക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡ് പോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്, 2 സൈഡ് പോക്കറ്റാണ്. ഇതിൻ്റെ ബട്ടൺസിന് തുറക്കുന്ന രീതിയിൽ പറയുമ്പോൾ 3 ബട്ടൺസാണ് ഫ്രണ്ടിൽ വരുന്നത്. ഏറ്റവും ടോപ്പിലെ ബട്ടൺസും കൂടെ കൂട്ടി 4 ബട്ടൺസാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ കുർത്തയ്ക്ക് വരുന്നത് സൈനീസ് കോളറാണ്. പക്ഷേ ഇത് ഷർട്ടിൻ്റെ കോളറിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
നമ്മൾ തയ്പ്പിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സ്റ്റൈലിലാണ്, നമ്മൾ ഏത് സ്റ്റൈലാണ് വേണ്ടത് ആ സ്റ്റൈലിൽ നിങ്ങളുടെ ബോഡി ഷേപ്പിലാണ് ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇനി നമ്മുടെ കാണിക്കുന്ന മോഡൽ കൂടാതെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡലിലും ആ ഡിസൈനിലും ചെയ്ത് കൊടുക്കുമോ എന്ന് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമാണ് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. യെസ്, അപ്പോൾ ഇപ്പോൾ വൈറ്റ് നമ്മൾ കണ്ടായിരുന്നു 2 പോക്കറ്റുള്ള വൈറ്റ്. ഇനി അതിൻ്റെ ഡാർക്ക് കളറിൽ വില ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഡാർക്ക് കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും ഷർട്ടിൻ്റെ ഫീലാണ് കിട്ടുന്നത്. പക്ഷേ ഇത് കുർത്തയാണ്, ഫുൾ ലോങ് കുർത്തയാണ്. 2 പോക്കറ്റ് പ്ലസ് അടപ്പ്. ബട്ടൺസിന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻ്റഡ് ഉള്ള ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിന് പറയുമ്പോൾ ലോങ് സ്ലീവാണ്, പിന്നെ മടക്കി വെക്കാവുന്ന രീതിയിൽ ഷർട്ടിൻ്റെ കൈ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡാർക്ക് കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അത്രയും ഡാർക്ക് അല്ല, ഇനി ഒരു ഇടയ്ക്ക് ഒരു കളർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ലൈറ്റ് കളറിൽ മീഡിയം ഉള്ള കളറിലാണ് ഡിസൈൻ ചെയ്ത്. ഇത് അതുപോലെ തന്നെ സെയിം ഡിസൈനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഡിസൈനൊക്കെ കണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് വല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ കുർത്ത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞങ്ങൾ ഷർട്ട് ഇടുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ഷർട്ടിനെ കുറിച്ച് വല്ലതും പറയുമോ, ഷർട്ടിന് വല്ലതും ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ വല്ലതും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ആ ചോദ്യങ്ങളുടെ ഒരു ചെറിയ ഒരു ടിപ്പ് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷർട്ടിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഷർട്ടിൽ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിളാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ഷർട്ടിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഷർട്ടിൻ്റെ വൈറ്റ് പ്രിൻ്റിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. വൈറ്റ് പ്രിൻ്റിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, വൈറ്റ് പ്രിൻ്റിൽ. അപ്പോൾ വൈറ്റ് പ്രിൻ്റിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാച്ചിങ് കളറാണ്. ഇത് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ഷർട്ടിൽ വരുന്ന കളറും ഏകദേശം ബ്ലൂ ഷെയ്ഡാണ്. അപ്പോൾ ഇൻസൈഡ് നെക്കിൻ്റെ അകത്ത് ഒരു ബ്ലൂ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് വരുന്ന ബട്ടൺസിൻ്റെ അവിടെയായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പോക്കറ്റിൻ്റെ അവിടെയായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. കൂടുതലും നമ്മൾ പാർട്ടി ഫംഗ്ഷൻ അങ്ങനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ പാർട്ടിക്ക് പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമൽ നമ്മൾ ഓഫീസ് വെയർ അല്ല, ഓഫീസ് വെയറിൽ നമുക്ക് നോർമൽ എക്സിക്യൂട്ടീവ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അത് നോർമൽ ഷർട്ട് മതി, വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഇടാം, കളറാണെങ്കിൽ കളർ ഇടാം, എക്സിക്യൂട്ടീവ് രീതിയിടാം. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് പാർട്ടി വെയർ ഷർട്ടാണ്, കംപ്ലീറ്റ് പാർട്ടി വെയർ ഷർട്ടാണ്. നമുക്ക് പാർട്ടിക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൈറ്റ് അല്ലാതെ നീ വേറെ കളറിൽ ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ഇത് കളറിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഷർട്ടാണ്, ഹാഫ് സ്ലീവ് ഷർട്ടാണ്. ഇതിൻ്റെ അതുപോലെ തന്നെയാണ് ഒരു എലഗൻ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി ഇത് നെക്കിൻ്റെ അകത്തൂടെ കൊളറിൻ്റെ അകത്തൂടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസിന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലീവിന് പറയുമ്പോൾ ഹാഫ് സ്ലീവാണ്. ഹാഫ് സ്ലീവിൻ്റെ അവിടെയും ഒരു ചെറിയ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക്. പോക്കറ്റിലും അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ലൈറ്റ് ഷെയ്ഡാണ്. ഓക്കെ, ഇനി പ്യൂർ വൈറ്റ് ഏരിയ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദ്യമുണ്ടെങ്കിൽ അതാണ്ട് പ്യൂർ വൈറ്റ് ഏരിയ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതൊരു ലിലൻ മെറ്റീരിയലാണ്. ലിലൻ മെറ്റീരിയൽ പ്ലസ് അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഒരു ബേജ് കളറാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ബിസ്ക്കറ്റ് കളറാണ് അതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബട്ടൺസ് എന്ന് പറയുമ്പോൾ ഒരു തടിയുടെ ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആ ബിസ്ക്കറ്റ് കളറിനോട് മാച്ച് ചെയ്യുന്ന ബട്ടൺസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു വുഡൻ ഫിനിഷിംഗുള്ള ബട്ടൺസാണ് അത് കൊടുത്തിരിക്കുന്നത്. പോക്കറ്റിലും അതുപോലെ തന്നെ ഒരു ചെറിയ പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവെന്ന് പറയുമ്പോൾ ഫുൾ സ്ലീവാണ്. ഇതിൻ്റെ ബട്ടൺസ് തടിയുടെ ബട്ടൺസാണ്. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഏത് തരത്തിലും നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ ഏത് ഡ്രസ്സാണ് ഇടുന്നത് ആ ഡ്രസ്സിൽ എന്തൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കുർത്ത ഇടുന്നവരാണെങ്കിൽ കുർത്തയ്ക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഷർട്ടാണ് ഇടുന്നവരാണെങ്കിൽ ഷർട്ടിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി കുർത്തയും ഷർട്ടും അല്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ അതും ചെയ്ത് കൊടുക്കാൻ പറ്റും. മുമ്പേ കണ്ട പോലെ തന്നെ കുർത്തയും അല്ല ഷർട്ടും അല്ലാത്ത രീതിയിലാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത രീതി മെറ്റീരിയൽ നമുക്ക് പലതരം മെറ്റീരിയലുകൾ ഉണ്ട്. അപ്പോൾ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് അത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.